കാലം മാറിയാലും സിനിമകൾ മാറിയാലും മാറാത്തൊരു പേരുണ്ട്. മലയാളത്തിൻ്റെ ഇന്ത്യൻ സിനിമയുടെ പെരുന്തച്ഛൻ മമ്മൂട്ടി. വെറും 5 പതിറ്റാണ്ടല്ല, അരനൂറ്റാണ്ടിലേറെ നീണ്ട അഭിനയ തപസ്സുകൊണ്ട് അദ്ദേഹം ഇന്നും വിസ്മയിപ്പിക്കുകയാണ്. 72ാം ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ വീണ്ടും മലയാളത്തിൻ്റെ അഭിമാനമുയർത്തി മമ്മൂട്ടി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അതുല്യ പ്രകടനത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഒരിക്കൽ കൂടി തൻ്റെ പേര് സ്വർണ്ണലിപികളിൽ കുറിച്ചിരിക്കുകയാണ് അദ്ദേഹം. ഈ നേട്ടം കേവലം ഒരു അവാർഡ് മാത്രമല്ല, ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയ അമിതാഭ് ബച്ചനൊപ്പം ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ് ഇന്ന് മമ്മൂട്ടി. 4 തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ മലയാളി താരം കൂടിയാണ് അദ്ദേഹം. ഇതിനു മുമ്പ് 3 തവണയാണ് മമ്മൂട്ടി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ളത്. 1989 ഒരു വടക്കൻ വീരഗാഥയും മതിലുകൾ എന്ന ചിത്രങ്ങളിലെയും പ്രകടനത്തിനാണ് ആദ്യ ദേശീയ പുരസ്കാരം ലഭിച്ചത്. 1993 വിധേയൻ എന്ന ചിത്രത്തിലും പൊന്തൻ മാട എന്ന ചിത്രത്തിലും കാഴ്ചവെച്ച അസാധാരണ അഭിനയത്തിനാണ് 2ാം ദേശീയ പുരസ്കാരം നേടിയത്. 1999 ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എന്ന ജീവചരിത്ര ചിത്രത്തിലെ ഡോക്ടർ BR അംബേദ്കറുടെ വിസ്മയിപ്പിക്കുന്ന അവതരണത്തിലൂടെ 3ാം ദേശീയ പുരസ്കാരവും മമ്മൂട്ടിയെ തേടിയത്. ഇപ്പോൾ 2026 ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് 4ാം ദേശീയ പുരസ്കാരവും സ്വന്തമാക്കി മമ്മൂട്ടി ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും മികച്ച അഭിനേതാക്കളിൽ ഒരാളാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അഭിനയത്തിന്റെ ചരിത്രം എഴുതുന്ന പേര് മമ്മൂട്ടി. സിനിമയ്ക്ക് നൽകിയ അനുപമമായ സംഭാവനകൾക്ക് ഇന്ത്യയുടെ 3ാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ പുരസ്കാരവും മമ്മൂട്ടിയെ തേടിയത്. ഒരു നടൻ എന്ന നിലയിലും ഇന്ത്യൻ സിനിമയുടെ അഭിമാനം എന്ന നിലയിലും അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് ലഭിച്ച മറ്റൊരു വലിയ അംഗീകാരമായിരുന്നു അത്. പ്രായത്തെ വെല്ലുവിളിക്കുന്ന ഈ അഭിനയ യാത്രയിൽ ഓരോ വേഷത്തിലും പുതുമ തേടുന്ന അഭിനയ വിസ്മയം പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും ഒരുപോലെ അത്ഭുതമായി ഇന്നും അദ്ദേഹം ജൈത്രയാത്ര തുടരുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. കാരണം മമ്മൂട്ടി എന്ന നടന് വിശ്രമമില്ല. പകരം ഇനിയും വെള്ളിത്തിരയിൽ പരീക്ഷണങ്ങൾ ബാക്കിയാണ്. ഇത് മമ്മൂട്ടിയുടെ മാത്രം വിജയമല്ല, മലയാള സിനിമയുടെ വിജയമാണ്. ഓരോ മലയാളിയുടെയും അഭിമാന നിമിഷമാണ്. മലയാളത്തിൻ്റെ അഭിമാനത്തിന്, അഭിനയ ഇതിഹാസത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനം.